കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അതെ, അപ്ലോഡ് ചെയ്യാത്ത എൻ്റെ അടുത്ത് റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അൽഹംദുലില്ലാഹ് الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين. أما بعد، أهلا وسهلا ومرحبا بكم مرة أخرى إلى لقاءاتنا على دروس اللغة العربية لغير الناطقين بها. ഒരിക്കൽ കൂടി നമ്മുടെ ഈ പരമ്പരയിലേക്ക് അറബി ഭാഷ, അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. 29ാമത്തെ പാഠമാണ് നാം പഠിച്ചു നിർത്തിയത്. അതിൻ്റെ സംഗ്രഹം, അതിൻ്റെ അവസാനത്തിൽ കുറച്ച് കാര്യം പറയാനുണ്ട്. അത് ഇതിൻ്റെ എക്സസൈസ് വരുമോ എന്ന് നോക്കാം. വന്നില്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് പറയാം, വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വായിച്ചു പോകാം. هذه أمثلة للفعل المضاعف. മുളഅഫ് എന്ന് പറയുമ്പോൾ എന്തായി? ലഇഫുള്ള, ലഇഫ്, ലഇഫൈനി എന്ന് പറഞ്ഞല്ലോ, എവിടെ പറഞ്ഞല്ലോ ഖുർആനിൽ ലഇഫൈനി. അപ്പൊ ഇരട്ടി. അപ്പൊ ഇരട്ടിപ്പുള്ളത് എന്ന്, ഷദ്ദ ഉള്ളത് എന്നർത്ഥം. അൽ മുളഅഫു, ഷദ്ദ ഉള്ളത്. ഫഅലിൽ മുളഅഫ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈലുകളെല്ലാം അൽ അഫ്ആൽ സുലാസിയാണ് കേട്ടോ. നമ്മൾ സുലാസിയിലാണ് പഠിച്ചുകൊണ്ട് നിൽക്കുന്നത്. സുലാസി എന്ന് പറഞ്ഞാൽ ട്രിലിറ്ററൽ വെർബ്സ്, 3 അക്ഷരങ്ങളുള്ള ക്രിയകൾ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഹജ്ജ, ഹജ്ജ എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാനം ഹജജ എന്നാണ്. ഇപ്പൊ എന്തായി? 2ാമത്തെയും 3ാമത്തെയും അക്ഷരങ്ങൾ ഒരേപോലുള്ള അക്ഷരങ്ങളാണ്. അതുകൊണ്ടാണ് അവസാനത്തേന് ഷദ്ദുണ്ട്, ഹജ്ജ. അതിന്റെ അപൂർണക്രിയ വരുമ്പോൾ യഹുജ്ജു എന്ന് വരുന്ന എന്തുകൊണ്ട് നമുക്കറിയാം. അതെന്തായിരിക്കും? നസറ ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും. അതാണ് യഹ്ജുജു എന്ന് വരുന്നത്. നസറ ഗ്രൂപ്പിൽ പെട്ടതല്ലെങ്കിൽ അതിന് യഹുജ്ജു ലം വരാൻ വഴിയില്ല. അവസാനത്തെ അക്ഷരത്തിന് സ്വാഭാവികമായിട്ടും അപൂർണക്രിയയിൽ ലം ആണല്ലോ. അതുകൊണ്ട് ആ ലം ഇങ്ങോട്ട് എടുക്കാൻ എന്തായാലും സാധ്യതയില്ല. മറിച്ച് മധ്യത്തെ അക്ഷരത്തിന്റെ ലമ്മാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഏതിലേക്ക്? തുടക്കത്തിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ കാണുന്ന തുടക്കത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഹജ്ജ യഹുജ്ജു, ലന്ന യളുന്നു. അപ്പോ ലന്ന യളുന്നു ഇവിടെ ഉണ്ട്. ജറ യജുറു, മറ യമുറു, അദ്ദ യഉദ്ദു, സബ്ബ യസുബ്ബു, റദ്ദ യറുദ്ദു. ഇതെല്ലാം അതേ ഗണത്തിലാണ്. ഇതിൽ നമ്മൾ പഠിക്കാത്ത ഏത് ക്രിയയുണ്ട്? ലന്ന യളുന്നു കരുതി, ജറ യജുറു വലിച്ചു, മറ യമുറു നടന്നു, അദ്ദ യഉദ്ദു എണ്ണി, സബ്ബ യസുബ്ബു അസഭ്യം പറഞ്ഞു. വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സബ്ബ യസുബ്ബു അസഭ്യം പറഞ്ഞു, സ്കോൾഡ്. റദ്ദ യറുദ്ദു മടക്കി. സബ്ബ യസുബ്ബു ചൊരിഞ്ഞു അല്ലെങ്കിൽ കുത്തി ഒഴിച്ചു. അന്ന സബബ്നൽ മാഅ സബ്ബൻ. ഐ സൂറ സൂറത്തു അബസ്. അടച്ചു. അതെ, ആ സബ്ബ അലൈഹിം സൗത്ത അദാബ് അതുണ്ട്. 2 അക്ഷരമാകുമ്പോ അതിൽ ഒന്നിന് സുക്കൂനല്ലേ വരും? ഒന്നിന് സുക്കൂന്, 2ാമത്തേന് ഹരക്കത്തുമാണ് നമ്മൾ സാധാരണ വരുന്നത്. പക്ഷേ ഈ ക്രിയ വരുമ്പോൾ നമുക്കറിയാമല്ലോ, പൂർണ്ണക്രിയ ഫഅല. അപ്പൊ അതിലെന്തില്ല? സുക്കൂനില്ല. മറിച്ച് 2 അക്ഷരം ഒരേപോലെ, 2ാമത്തെയും 3ാമത്തെയും അക്ഷരം ഒരേപോലെ വരുമ്പോൾ അതിന് ഷദ്ദാണ് കൊടുക്കുന്നത്. അതേപോലെ അപൂർണക്രിയയിൽ വരുമ്പോഴും എന്തില്ല? അതിന് 2ാമത്തെയും 3ാമത്തെയും അക്ഷരത്തിന് എന്ത് വരുന്നില്ല? സുക്കൂൻ വരുന്നില്ല.
ലറബ യദ്രിബു, യദ്രിബു, റിബു. യഫ്തഹു, തായും ഹായും ഹർക്കത്തുള്ളതാണ്. പക്ഷേ ആ രണ്ടാമത്തെ മൂന്നാമത്തെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ അവസാനത്തെ മുമ്പത്തെ അക്ഷരങ്ങൾ ഒരേപോലുള്ള അക്ഷരമായതുകൊണ്ട് ഈ ക്രിയയ്ക്ക് എന്ത് ചെയ്യുന്നു? ഷദ് കൊടുക്കുന്നു. ഇതാണ് നിയമം. സാധാരണഗതിയിൽ ഷദ് വന്നാൽ അതിന്റെ അർത്ഥം ആദ്യത്തേൽ സുക്കൂനും രണ്ടാമത്തേൽ ഫത്തഹുമാണെന്നാണ്. പക്ഷെ ക്രിയകൾക്ക് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, അതുകൊണ്ട് നമ്മൾ അവിടെ സുക്കൂനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. വന്ന എന്ന് പറയുമ്പോൾ ക്രിയയ്ക്ക് മധ്യത്ത് സുക്കൂനുള്ള ഒരു ക്രിയ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. നമ്മൾ മടക്കേണ്ടത് ഇതിന്റെ ആദ്യത്തെ നാലാലൊരു ഗ്രൂപ്പിലേക്കാണ് മടക്കേണ്ടത്. നമ്മൾ നാലാലൊരു മദ്ഹബ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ നാലാലൊരു ഗ്രൂപ്പിലേക്കാണ് മടക്കേണ്ടത്. അപ്പോൾ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? മധ്യത്ത് ഫത്തഹ അടയാളം വരുള്ളൂ, സ്വരച്ചിഹ്നമേ വരുള്ളൂ, സുക്കൂൻ വരില്ല. ഇതാണ് 4 ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിക്കാത്ത ഒരു ഗ്രൂപ്പുള്ള ഹസുന യഹ്സുനുമാണ്. അതിൽ ലം വരുന്നതേ ഉള്ളൂ, 2 ഭാഗത്തും ലം വരുന്നതേ ഉള്ളൂ. അതേപോലെ അപൂർണ ക്രിയയിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഹർക്കത്താണ് വരുന്നത്. ഫതഹ യഫ്തഹു, നസറ യൻസുറു, ലറബ യദ്രിബു, സമിഅ യസ്മഉ, ഹസുന യഹ്സുനു, എല്ലാത്തിടത്തും ഹർക്കത്താണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ കോമൺ പൊതുവായി അറിയപ്പെടുന്ന സംഗതിക്ക് വേണ്ടി അവരെന്ത് ചെയ്യില്ല? എല്ലാരും കിട്ടുന്നുണ്ടല്ലോ. ഏത് എപ്പോഴും പറയും 9 പേരാ. ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ലിങ്കിൽ കൂടെ അല്ലേ എല്ലാരും കയറിയത്? 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അസ്സലാമു 2 ടൈപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അതിൽ ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കയറി പോകാം. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ID ഉപയോഗിച്ച് ID നമ്പർ ഉപയോഗിക്കുക, അതിൽ പാസ്വേഡ് ഉപയോഗിക്കുക, അപ്പോൾ കയറി പോകാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൂമിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും, സൂം പെട്ടെന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും. കുറെ ആൾക്കാർ കയറാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ക്ലാസ് തുടങ്ങുന്നവരെ നോക്കിയിട്ടും ആരും മെസ്സേജ് വന്നിട്ടില്ല. ഇപ്പോഴാണ് ഒമ്പത് 13-നാണ് ക്ലാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ അങ്ങനെയാണ്. അങ്ങനെ അടിസ്ഥാനപരമായി അറിയുന്ന സംഗതി ആയതുകൊണ്ടാണ് അവിടെ ശ്രദ്ധ ഉപയോഗിക്കുന്നത്. ക്രിയകളിൽ പൂർണ്ണക്രിയയില് അപൂർണക്രിയയില് എന്ത് വരുന്നില്ല? സുക്കൂൻ വരുന്നില്ല. അടിസ്ഥാനപരമായും അവിടെ സുക്കൂൻ വരുന്നില്ല. ഓക്കെ, അപ്പോ ഇതെല്ലാം എന്താണ്? ലമ്മുള്ള അപൂർണക്രിയയിൽ ലമ്മുള്ള ക്രിയകളാണ് പറഞ്ഞത്. ലന്നയു ജറു മജറു മറു അദ്ദ അദ്ദു സബ്ബ യസുബു റദ്ദ യറുദു സ്വബ്ബ യസുബു. നേരത്തെ സബ്ബ യസുബു സീനാണെങ്കിൽ അസഭ്യം പറഞ്ഞു. സ്വബ്ബ യസുബു എന്ന് പറഞ്ഞാൽ കുത്തി ഒഴിച്ചു, പെട്ടെന്ന് കൂടുതലായിട്ട് ഒഴിച്ചു. സ്വബ്ബ ചൊരിഞ്ഞു എന്നൊക്കെ പറയും. സദ്ദ യസുദ്ദു, സദ്ദ യസുദ്ദു അടച്ചു. പിന്നെ രണ്ടാമത്തത് ഷമ്മ അസ്ലുഹു ഷമീമ. അപ്പോൾ ഷമീമയ്ക്ക് എന്താ പറയാ? യശമ്മു എന്നാ പറയാ. ഷമീമ എന്ന് വരുന്നതുകൊണ്ട് യശമ്മു എന്ന് പറയും, ഷമ്മ. അപ്പൊ യശമ്മു ഷമ്മ എന്നുള്ളത് ഷമീമയാണ്. അതിന്റെ അപൂർണക്രിയ വരുമ്പോൾ യശമ്മു എന്നാണ് വരിക. അത് യഷ്മമു എന്നാണ്, യഷ്മമു എന്നാണ്.
നമ്മളിതിന്റെ അടിസ്ഥാനത്തിലേക്ക് പോകേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെന്ത് ചെയ്യുക, ഇത് ഷമ്മ ഷമ്മു എന്ന് പറഞ്ഞു പഠിക്കുക. ലന്നയതില്ലു പഠിച്ചതുപോലെ ലന്നയതില്ലു വല്ലയതില്ലു മസ്സയമസ്സു. നമ്മള് യഷമ്മു ലല്ലയതില്ലു മധ്യത്ത് ഫത്തഹുള്ള ഒരു ക്രിയ പഠിച്ചായിരുന്നില്ല നമ്മള്. ലല്ലയതില്ലു റദ്ദ യറുദ്ദു. ഓക്കെ, മസ്സയമസ്സു മസ്സയമസ്സു നമ്മൾ പഠിക്കുന്നുണ്ട്. മസ്സയമസ്സു മസ്സയമസ്സു. ഓക്കെ, അപ്പൊ അതിനെന്താണ് പൂർണ്ണക്രിയയിൽ ഷമീമ, പൂർണ്ണക്രിയയിലേക്ക് സമിയ യസ്മ ഗ്രൂപ്പാണത്. സമിയ യസ്മ ഗ്രൂപ്പ് ആവുമ്പോൾ എന്ത് വരുന്നു? മസ്സയമസ്സു എന്ന് വരുന്നു. മസ്സയമസ്സു പോലെ വരുന്നു. ഷമ്മ യഷമ്മു. യഖറമായലി ഹജ്ജ അഖി ഖബ്ല സലാസതി അഅ്വാമിൻ. അഅ്വാം എന്നത് ആമിന്റെ ബഹുജനമാണ്. അഅ്വാം അഅ്വാം അഅ്വാമൻ അദീദ എന്ന് ആശംസകൾ പറയുമ്പോൾ പറയാറുണ്ടല്ലോ. അഅ്വാമൻ അദീദ. ഏതൊക്കെ മെയ്ദൻ സഈദൻ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് വർഷങ്ങളോളം ആവർത്തിക്കട്ടെ എന്ന്. അഅ്വാമൻ അദീദ. അപ്പൊ ആമ ബഹുവചനം അഅ്വാം. വ അന ഹജജ്തു ഹാദൽ ആമ. ഹജ്ജ അഖി ഖബ്ല സലാസതി അഅ്വാമിൻ. സലാസ് നമുക്കറിയാം, സലാസത്തിന് ശേഷം ഇളാഫത്തായിട്ടാണ് വരുന്നത്. അപ്പോ അതേപോലെ അതിന്റെ ബഹുവചനം വരണം. ഖബ്ല സലാസതി, ഖബ്ല ഒന്നുകൊണ്ട് സലാസതി വന്നു. സലാസതി അഅ്വാമിൻ. വ അന ഹജജ്തു ഹാദൽ ആം. ഹുവ സബ്ബനി വലാകിന്നി മാ സബബ്തുഹു. ഹുവ സബ്ബനി, അവൻ എന്നെ ചീത്ത പറഞ്ഞു. ഇൻ സാബഹു അഹദൻ ഔ ഖാതലഹു ഫഖാല ഇന്നി സായിമുൻ ഔ കമാ ഖാൽ. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നോമ്പുകാരനായിരിക്കും ആരെങ്കിലും ഒരാളെ മറ്റേയാളെ ചീത്ത പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇന്നി സായിമുൻ എന്ന് പറയണം. ഞാൻ നോമ്പ് പിടിച്ചിരിക്കുകയാണെന്ന് പറയണം. ചീത്ത വിളിക്കരുത്. അപ്പൊ ഹുവ സബ്ബനി, അവൻ എന്നെ ചീത്ത പറഞ്ഞു. വലാകിന്നി മാ സബബ്തുഹു, പക്ഷേ ഞാൻ അവനെ അസഭ്യം പറഞ്ഞില്ല. അളുന്നുക താലിബൻ, അളുന്നുക താലിബൻ, ഞാൻ വിചാരിക്കുന്നു നീ ഒരു സ്റ്റുഡന്റ് ആണെന്ന്. അസുബ്ബു ലക മസീദൻ മിന ശായി യാ സയ്യിദി. അണ്ട സബ്ബ അപ്പോൾ ഒഴിച്ചു കൊടുക്കുക. അസുബ്ബു അസുബ്ബു ലക മസീദൻ. മസീദ് എന്ന് പറഞ്ഞാൽ സിയാദ. സിയാദ എന്ന് പറയും, മസീദ് എന്ന് പറയും. മസീദ് ഖുർആനിലുണ്ടല്ലോ. ഖാല ഹൽ മിൻ മസീദ്. സൂറത്ത് ഖാഫ്. ആയത്ത് പൂർണ്ണമായിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ പറയും കരീം സാബ്. ഹൽ ഇംതലഅതി. യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തിനോട് നാം ചോദിക്കുന്ന ദിവസം, നഖൂലു ജഹന്നമ ഹൽ ഇംതലഅതി, നരകമേ നീ നിറഞ്ഞോ? തഖൂലു ഹൽ മിൻ മസീദ്, ഇനി ഉണ്ടെങ്കിൽ കൊണ്ടുവാ. അപ്പൊ മസീദൻ അധികം. അസുബ്ബു ലക മസീദൻ, ഞാൻ അധികം ഒഴിച്ചു തരട്ടെയോ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചുകൂടി ഒഴിച്ചു തരട്ടെ എന്നാണ്. മിനശ്ശായി, ചായ. യാ സയ്യിദി, മിസ്റ്റർ. ലാ വശുക്രൻ. അപ്പോ നമ്മൾ സാധാരണ പറയും നോ താങ്ക്സ്, നോ താങ്ക്സ്. നോ നേരത്തെ നമ്മൾ പറഞ്ഞു, നോ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് താങ്ക്സ് പറയുന്നത്. നോ താങ്ക്സ് എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഇല്ലെന്നായി പോകും. ലാ ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ ഇല്ലെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ഒരു 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 സംഗതി
ഒരു സംഗതി നമുക്ക് ചെയ്തു തരട്ടെ എന്നൊരാൾ ചോദിച്ചാൽ ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ ശുക്രൻ പറയുന്നത്. ല ശുക്രൻ. خامس لما تجرين الثوب في التراب يا فاطمة. അപ്പോ هو يجر هي هي تجر أنت تجر أنت تجرين. هو يجر هي تجر أنت تجر أنت تجرين رقق الراء നേർപ്പിച്ചോളി. لما تجرين الثوب في التراب മണ്ണിൽ വലിച്ചടിക്കുന്ന എന്തിനാണ് ഫാത്തിമ? തുണി വലിച്ചഴിക്കുന്നത് എന്താണല്ലേ? വസ്ത്രം. لما تجرين الثوب വസ്ത്രം വലിച്ചടിക്കുന്ന എന്തിനാണ്? في التراب മണ്ണിൽ. يا فاطمة أعددت هذه الريالات يا سعاد. هذه الريالات റിയാലാത്ത് ബഹുവചനമായപ്പോഴത്തേക്കാണ് റിയാൽ. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് കൗണ്ടിങ് വന്നപ്പോഴത്തേക്ക്. റിയാൽ എന്നത് പുല്ലിംഗമായിട്ടാണ് വരിക. അതിന്റെ ബഹുവചനം റിയാലാത്താണ്. റിയാലൂനയല്ല, റിയാലാത്താണ്. അപ്പോ ബഹുവചനം വന്നുകൊണ്ടാണ് ഇവിടെ ഹാദിഹി ഉപയോഗിച്ചത്. ഹാദിഹി റിയാലാത്ത്. യാ സുആദ്. സുആദേ എന്താ അർത്ഥം? അദത്തി. അദത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എണ്ണിയോ? നീ എണ്ണി നോക്കിയോ? അദത്തി. സുആദ് എന്നോടായതുകൊണ്ടാണ് അദത്തി. ഇവിടെ ദാലിന് സുക്കുന് വേണ്ട കേട്ടോ. അങ്ങനെയല്ല, അദത്തി എന്നാണ് പറയേണ്ടത് അല്ലേ? സുആദിനോടല്ലേ ചോദിക്കേണ്ടത്? അതെ. ടൂ പറഞ്ഞാല് മുത്തക്കല്ലിമായി പോയില്ലേ? ഓക്കെ. അപ്പൊ അല്ല അതത്ത പറഞ്ഞാൽ പുല്ലിംഗം. പുല്ലിംഗം. ഓക്കെ. ഇത് സ്വാദ് ഇതാണ്, പെണ്ണിനാണല്ലേ? സ്വാദ് പെണ്ണിന്റെ പേരാ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടിലില്ലാത്ത പേരാ. അപ്പൊ പെണ്ണിന് പേരിടാം സ്വാദ്. അതത്തി ഹദി റിയാലാത്തി യാ സ്വാദ്. ഞാൻ നമ്മുടെ പാഠത്തിന്റെ തുടക്കത്തിലേ ഉണ്ട് കേട്ടാ ഈ സ്വാദ്. ശരിയാണ്. പാർട്ട് 1 തന്നെ ഉണ്ട്. ശരിയാണ്. ആദ്യം പഠിപ്പിക്കുമ്പോ എനിക്കും അറിയില്ലായിരുന്നു ഈ സ്വാദ് പെണ്ണാണോ ആണാണോ എന്നുള്ളത്. അത് കേൾക്കുമ്പോ ആണെന്ന് പോയി തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കോണ്ടാക്റ്റിൽ നിന്നാണ് സ്വാദ് എന്നുള്ളത് പെണ്ണാണെന്ന് മനസ്സിലായത്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം അദത്തി. പെണ്ണിനോട് ചോദിക്കുമ്പോ തീ പറഞ്ഞു. പെണ്ണ് പറയുമ്പോൾ നഅം അദത്തുഹ. പെണ്ണ് പറയുമ്പോഴും ആണ് പറയുമ്പോഴും വ്യത്യാസമില്ല. അദത്തുഹ ഞാൻ എണ്ണി നോക്കി. നഅം അദത്തുഹ ഞാൻ എണ്ണി നോക്കി. ഹിയ മിഅതു റിയാലിൻ. മിഅതു റിയാലിൻ. മിഅത്ത് വീണ്ടും മിഅത്ത് വരുമ്പോഴത്തേക്ക് എന്തായി? മിഅത്തിന് വീണ്ടും എന്താണ്? ഇളാഫത്തായിട്ടാണ് ഉപയോഗിക്കുക. മിഅത്ത് ഖുറാനിലുണ്ട്. മിഅതു ഹബ്ബത്തിൻ. അവിടെ നോക്കിയാൽ മതി കേട്ടാ, കസറുണ്ടാവും. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة. لما دخلت البيت ما معنى؟ വീട്ടിൽ പ്രവേശ സമയം. പ്രവേശിച്ചപ്പോൾ. ലമ്മ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആ സന്ദർഭം വരാൻ വേണ്ടി. വൈൽ സന്ദർഭം ഉപയോഗിക്കാൻ വേണ്ടി, സന്ദർഭം പറയാൻ വേണ്ടി. ഷമിംതു റായിഹതൻ ത്വയ്യിബതൻ. മാമന ഷമിംതു? മണത്തു. എനിക്ക് വാസന ഉണ്ടായി. റായിഹതൻ ത്വയ്യിബതൻ നല്ല വാസന ഉണ്ടായി, പരിമളം ഉണ്ടായി. ഷമിംതു. 8 യമറുൽ മുദീറു അലൽ ഫുസൂലി കുല്ല സബാഹിൻ. ما معنى يمر المدير على الفصول كل صباح؟
ക്ലാസ്സിലൂടെ കടന്നു പോകുന്ന മുദീർ എല്ലാ ദിവസവും ക്ലാസുകളിലൂടെ ഫുസൂൽ ഫസലുൻ ഫുസൂൽ ക്ലാസുകളിലൂടെ കടന്നു പോകും. ക്ലാസുകളിലൂടെ കടന്നു പോകും. കുല്ല സബാഹിൻ. അപ്പൊ കുല്ലിന് ശേഷം ഇലാഫത്താണ് കുല്ലിന് ശേഷം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുല്ലുഹും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ അതില്ലാതെ വരാം. അത് ഉണ്ടാകേണ്ട സന്ദർഭമുണ്ട്. അത് ഉണ്ടാകേണ്ട സന്ദർഭം നമുക്ക് വരും. ഇവിടെ കുല്ല സബാഹിൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജനറൽ സംഗതിയായിട്ടാണ്. കുല്ല സബാഹിൻ, കുല്ല യോമിൻ എല്ലാ ദിവസവും, കുല്ല സബാഹിൻ എല്ലാ പ്രഭാതത്തിലും. طيب أسند الأفعال الآتية إلى المتكلم كما هو موضح في المثال. അപ്പൊ അസ്നിദ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ പഠിച്ച രീതിയിലാണെങ്കിൽ അതിന്റെ ക്രിയയുടെ രൂപം മാറ്റുക എന്നാണ് പറഞ്ഞില്ല. അസ്നിദുൽ അഫ്ആൽ ആതിയ ഇല മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിലേക്ക് ചേർക്കുക. ഉദാഹരണം ഹാമിദുൻ വന്ന, ഹാമിദുൻ വന്ന. അപ്പൊ അത് ഗായിബാണ്, മുദക്കറാണ്. മുദക്കർ ഗായിബാണ്. ഹാമിദുൻ വന്ന, ഹാമിദ് കരുതി. അന വനന്തു. വന്നയുടെ മുത്തക്കല്ലിം പറയുമ്പോൾ എന്താവും? വനന്തു. ഹാമിദുൻ അദ്ദ. ബാക്കി അന അദത്തു. ഹാമിദുൻ മറ. താലിബുൻ ആഖർ. അടുത്തയാൾ പറയും. ഹാമിദുൻ മറ. അന മറർത്തു. ഹാമിദുൻ ജറ. താലിബ് ആഖർ. അന ജറർത്തു. അന ജറർത്തു. ഡോക്ടർ ഉണ്ടല്ലോ ഇവിടെ. ഹാമിദുൻ ഹജ്ജ. അന ഹജജ്തു. അന ഹജജ്തു. വേറെ താലിബൊന്നും ഇല്ലേ? താലിബത്തിനും പറയാം. അന ഹജജ്തു. طيب ഹാമിദുൻ റദ്ദ. ഇപ്പൊ പറഞ്ഞ ഒരാളാണല്ലോ ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. കയറിയ എങ്ങനെയായിരുന്നു കയറിയത്? നിങ്ങള് പ്രയാസം ഉണ്ടായിരുന്നോ? ക്ലാസ്സിൽ കയറാൻ പ്രയാസം ഉണ്ടായിരുന്നോ ആർക്കെങ്കിലും? ഇപ്പൊ ഉർഹിയത്തിനാണ് കയറാൻ പറ്റാത്തത്. ഉർഹിയത്ത് ഇതുവരെ കയറിയില്ല. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചൊരു കോമൺ പ്രശ്നമായിരിക്കും. 8 വരെ 9 വരെ ആരൊക്കെ കമന്റ് അടിച്ചെന്ന് പറഞ്ഞാണ് എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടിയത്. എനിവേ ഹാമിദുൻ സബ്ബ. അന സബബ്തു. കൽക്കലത്ത് പറയണം കേട്ടോ. ഒരിക്കൽ കൂടി പറയും. അന സബബ്തു. 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 നമ്മൾ സ്പോക്കണിൽ പറയുമ്പോ യഥാർത്ഥത്തിൽ സ്പോക്കണിൽ കൽക്കലത്തൊന്നും ഇല്ല. പക്ഷെ എങ്കിലും നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? സബബ്തു എന്ന് കൽക്കലത്ത് പറയുന്നതാണ് നല്ലത് കേട്ടോ. സ്പോക്കണിൽ കൽക്കലത്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹാമിദുൻ ഷമ്മ. ശമംതു. ഹാമിദുൻ സബ്ബ. അന സബബ്തു. അന സബബ്തു. ഹാമിദുൻ മസ്സ. അന മസസ്തു. മസസ്തു. الخامس تأمل المثال ثم صغ الأمر من الأفعال الآتية. صغ എന്ന രൂപം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ പൂർണ്ണക്രിയ എന്താണ്? സ്വാഹ. സ്വാഹ. ഇപ്പൊ നമ്മള് അറബിയൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. സിയക സിയക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏത് സിയകയാണെന്ന് പറയും. സിയക എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലായി എന്നാണ്. അപ്പൊ സാഹ എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപത്തിലേക്ക് മാറ്റി. ആ രൂപമാറ്റം നമ്മൾ കൺജുഗേറ്റ് ചെയ്തെന്ന് പറയും. കൺജുഗേറ്റ് ചെയ്തതിന് സാഹ എന്ന് പറയും. അപ്പോ അതിന്റെ കൽപ്പന എന്തുവരും? സാഹയുടെ കൽപ്പന സുഹ്. സാഹയ സൂഹ് എന്നാണ് വരുന്നത്. കാല യഖൂൽ പോലെ. അപ്പൊ സുഹ് രൂപമാറ്റം വരുത്തുക അല്ലെങ്കിൽ പരിവർത്തിപ്പിക്കുക. അമ്മ മിസാല ഉദാഹരണത്തെ കുറിച്ച് ശ്രദ്ധിക്കുക. ഉദാഹരണം ശ്രദ്ധിക്കുക. സുമ്മ സുഹിൽ അമ്ര. പിന്നീട് അമ്രിന്റെ രൂപം ഉണ്ടാക്കുക. മിനൽ അഫ്ആലിൽ ആതിയ തുടർന്ന് വരുന്ന ക്രിയകൾ. അൻത തജുറു. അൻത തജുറു. തജുറു എന്നതിനെ തജുറു എന്നാണ് അതിന്റെ രൂപം.
തജുറു എന്നാണ് അതിന്റെ രൂപം. തഫ്തഹു തജു റൂറു കേട്ടോ. തജുറൂറു ജറ യജുറു. അതിന്റെ കൽപ്പന വരുമ്പോൾ ജുർ ജുറ എന്നാണ് അതിന്റെ കൽപ്പന വരിക. ജുറ. ഓക്കെ. ലാ തൽതഖി സാകിനൈൻ. അപ്പോ കൽപ്പന വരുമ്പോൾ എന്ത് വരും? ഫതഹ യഫ്തഹു. യഫ്തഹു വരുമ്പോഴത്തേക്ക് എന്തായി? ഫഅന് സുക്കൂനായി. അപ്പോ ആ രീതിയിലാണ് ജുറ എന്ന് വരുള്ളൂ. ഇൽത്തിഖാ സാകിൻ വരുന്നുണ്ട്. അപ്പോ തമുറു തമുറു കൽപ്പന എന്ത് വരും? മുറല്ല മുറ മുറ. ലന്ന യളുന്നു ലുന്ന. അതേപോലെ ജറ യജുറു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതിന്റെ കൽപ്പന രൂപം എന്താണ്? ജുറ എന്നാണ് വരുന്നത്. അന്റെ തജുറു അതിന്റെ കൽപ്പന വരുമ്പോൾ ജുറ. അന്റെ തമുറു കൽപ്പന എന്ത് വരും? മുറ മുറ. അന്റെ തറുദ്ദു കൽപ്പന റുദ്ദ റുദ്ദ. റദ്ദ യറുദ്ദു നമ്മൾ പഠിച്ചതാണ്. റുദ്ദ. ഹജ്ജ യഹുജ്ജു കൽപ്പന ഹുജ്ജ. ഏതോ സ്റ്റുഡന്റിന്റെ അടുത്തിരുന്നാണ് ആരോ സംസാരിക്കുന്നത് കേട്ടോ. അടുത്തിരുന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അപശബ്ദമായിട്ട് തോന്നുന്നത്. ഓക്കെ. ഹജ്ജ തഹജ്ജു കൽപ്പന ഹുജ്ജ. തളുന്നു കൽപ്പന തസുബ്ബു സുബ്ബ. ചിന്തിക്കാനൊന്നുമില്ല. അത് നമ്മിൽ മധ്യത്തിൽ നമ്മ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മോട് പറയണം. തസുബ്ബു സുബ്ബ. തഉദ്ദു ഉദ്ദ. തശമ്മു ഷമ്മയാണ്. ഷമ്മ. കാരണം അവിടെ എന്താണ്? ഫതഹാണ്. തമസ്സു മസ്സ. നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മസ്സ യമസ്സു മസ്സ. യലി ഒരാൾ വായിക്കും. ജുറ ഹാദൽ മക്തബ. جر هذا المكتب. جر هذا المكتب. ما معنى؟ ഈ പിന്നെ മക്തബ ടേബിൾ. ഈ ടേബിൾ വലിക്കൂ. നിങ്ങൾ ഗൾഫിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് മക്തബ് ഓഫീസ് എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നത്. കേട്ടോ. പക്ഷേ ഞാൻ ഒരു രാഷ്ട്രീയ മക്തബ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മുദീർ ഓഫീസിലേക്ക് എന്ത് ചെയ്യും? മക്തബ് വാങ്ങിക്കാൻ പോണെന്ന് പറയും. ഞാനൊരു മക്തബ് വാങ്ങിക്കാൻ പോണെന്ന് പറയും. അപ്പൊ അതിന് മേശയ്ക്കും മക്തബ് എന്ന് തന്നെയാണ് പറയുക. ശരി. അടുത്ത ആൾ വായിക്കും. സുബ്ബൽ ഖഹ്വത ലിൽളുയൂഫി. മാ മഅനഹ? ഖഹ്വ ളുയൂഫ് കോപ്പയാണോ? ളുയൂഫ് ഗസ്റ്റ്. ലൈഫ് ഗസ്റ്റ്. അതിന്റെ ബഹുജനം ളുയൂഫ്. ഖഹ്വ ഗസ്റ്റിന് ഒഴിച്ചു കൊടുക്കുക. ഗസ്റ്റിന് കോഫി ഒഴിച്ചു കൊടുക്കുക. ഖഹ്വ എന്ന് പറഞ്ഞാല് ഖഹ്വ അവിടുത്തെ ഒരു ഖഹ്വയാണ്. രണ്ട് മീനിങ് ഉണ്ടാകാം. അവിടെ നമ്മൾ പറയുന്നത് നെസ്കഫെ ആണെങ്കിൽ നെസ്കഫെ എന്ന് പറയും കേട്ടോ. നെസ്കഫയ്ക്ക് നെസ്കഫെ എന്ന് തന്നെ പറയും. സാധാരണ അറേബ്യൻ ഖഹ്വയ്ക്കാണ് ഖഹ്വ എന്ന് പറയുന്നത്. കോഫി ഷോപ്പിന് എന്താണ്? മഖഹ്വ. അതെ, മഖഹ്വ എന്നാണ്. ഖഹ്വ ഉള്ള സ്ഥലം മഖഹ്വ. മത്താഫ് എന്ന് പറയുമല്ലോ, അതേപോലെയാണ് വരുന്നത്. പിന്നെ അതിനെ പറഞ്ഞാണ് മക്വി ആയത്. നോക്കി ശ്രദ്ധിച്ച് എഴുതി ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. എഴുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇവര് പറയുമ്പോ ഭയങ്കര സ്പീഡിലാണല്ലോ. അതൊക്കെ നമ്മള് മലയാളത്തിൽ അങ്ങനെ തന്നെ. അതെ. മലയാളത്തിൽ നമ്മൾ അങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ്.
ഇപ്പൊ ഇവിടെ ഒരാള് വടക്ക് നിന്ന് ഒരാൾ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരുപാട് വാക്കുകൾ ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ആ പ്രദേശത്ത് സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇവിടെ വന്നിട്ട് അദ്ദേഹം സാവധാനം പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അത് അദ്ദേഹത്തിന്റെ പ്രഭാഷണ ശൈലിയിൽ അദ്ദേഹം അടിച്ച് കസറി വിട്ട് അവിടെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതെ അതെ. ഈ ഗാലോലി പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ സാർ? ഗാലോലി എന്ന് പറയും. ഗാലോലി കാലൂലി എന്നല്ലേ? ഗാലോലി ഗാലോലി. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തജ്വീദ് ഇല്ല ഇതില് പിന്നെ കാഫിന് ഇത് ഒന്നുമില്ല. എന്താന്ന് പറയാ, അത്രയും കടുപ്പമൊന്നുമില്ല. കാഫ് വളരെ നേർപ്പിച്ചാ പറയുന്നത്. കിതാബിന്റെ കായേക്കാളും നേർപ്പിച്ചാണ് കാലയുടെ കാഫ് പറയുന്നത് സംസാരത്തിൽ. ഗാ എന്നുള്ള ഒരു സൗണ്ടാണ് വരുന്നത്. ഗായെ കേൾക്കുള്ളൂ. പിന്നെ അത് ഈജിപ്തിലേക്ക് പോയാൽ ഹംസായി മാറും. അല്ലി അല്ലി ഉല്ലി ഉല്ലി, നീ എന്നോട് പറയൂ. ഔല്ലക്കേ, ശരിയാണ്. ഔല്ലക്കേ, ഞാൻ നിന്റെ അടുത്ത് എന്താ പറയേണ്ടതെന്നാണ് ചോദിച്ചത്. നമുക്കൊന്നും മനസ്സിലാവില്ല. ഔല്ലക്കേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത് നമ്മൾ പറയും. ചോദിക്കല്ലേ എന്താ പറയാന്ന് അറിയുമല്ലോ. എന്താ അതിനെ കുറിച്ച് എന്താ പറയാന്ന് നമ്മൾ പറയും. അപ്പൊ അതിനാണ് ഔല്ലക്കേ എന്ന് ചോദിച്ചത്. ഔല്ലക്ക അയ്യു ഷൈഇൻ, അഖൂലക അയ്യു ഷൈഇൻ എന്നാണ് പറഞ്ഞത് എന്റെ അർത്ഥം. ഞാനത് ഈ വഖഫ് ചെയ്യുന്ന ആ സംഭവം വെച്ചുകൊണ്ട് ആദ്യം തന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ ഈ സംഭവം പിടിച്ചു വെച്ചു, പിടുത്തം കിട്ടി എനിക്ക്. വഖഫ് ചെയ്ത് നോക്കണം. അതേപോലെ ഉച്ചാരണത്തിന്റെ ശൈലി ശ്രദ്ധിക്കണം. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഷാരിഫേ എന്ന് പറയും, ഷാരിഫേ. അപ്പൊ ഷാരിഫേ എന്ന് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ഒരു ഈജിപ്റ്റ് ഷാരിഫേ എന്ന് പറയും. അപ്പൊ അവൻ പറഞ്ഞു എന്താന്നറിയാം, എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അത് ഹറമേനി ഷെരീഫേനി എന്ന് പറഞ്ഞായിരിക്കും. നമുക്കൊന്നും ഒന്നും മനസ്സിലാവില്ല. ഷാരിഫ് എന്ന് പറഞ്ഞാൽ മുഷ് ആരിഫ് എന്നാണ്. മുഷ് മ അന ആരിഫ് ഷൈഅൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മുഷ് ആരിഫ് എന്നാണ്. മുഷ് ആരിഫ് ഷായർത്ത് പറയുമല്ലോ. മ ആരിഫ് എന്നുള്ളതിന് മായുടെ കൂടെ എന്ത് ചെയ്യും, ഷായർക്കും. മുഷ് ആരിഫ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനാണ് ഷാരിഫേ എന്ന് പറയും, മുഷാരിഫേ എന്ന് പറയും. അവർ ഈ കൂടുതൽ ഈ ഹോട്ടലുകളിലൊക്കെ അവരാണല്ലോ ഈ പിന്നെ ഓർഡറൊക്കെ എടുക്കാൻ വേണ്ടിട്ടൊക്കെ ഇരിക്കുന്നത്. അത് ഒന്നും ഒരു രക്ഷയില്ല, ഒന്നും മനസ്സിലാവില്ല. പിന്നെ വല്ല ഇംഗ്ലീഷോ ഹിന്ദിയിലൊക്കെ തീരും. അതേ ശൈലിയിൽ പ്രഭാഷണം നടത്തുന്ന ഒരുപാട് പണ്ഡിതന്മാരും ഉണ്ട് കേട്ടോ. അതേ ശൈലിയിൽ ഈജിപ്ഷ്യൻ ശൈലിയിൽ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. സ്വീകാര്യോഗ്യന്മാരായ അറിയപ്പെടുന്ന ആധികാരിക പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ആ ശൈലിയിൽ തന്നെ അവർ ഒരുപാട് ഈജിപ്റ്റുകളുണ്ടല്ലോ. അവർക്ക് ആ ശൈലിയിൽ പറഞ്ഞാലേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, അവരെ ഹഠാത് ആകർഷിക്കുള്ളൂ. എന്നുള്ള സൗണ്ട് വരുന്നുണ്ട് സംസാരം. എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അയ്യു അയ്യു എന്നാണ്. ഓക്കെ. അതേപോലെ അയ്വ എന്നുള്ള ഖുർആനിൽ തന്നെ ഉണ്ട്. ഖുൽ ഈ വറബ്ബി, ഈ വറബ്ബി കേട്ടില്ലേ? ഖുൽ ഈ വറബ്ബി എന്ന് പറഞ്ഞ ആയത്തുണ്ട്. കരീം സാർ ആയത്ത് പറയും. ഓക്കെ. തഅമ്മൽ മായലി യഹജ്ജു. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് കൽപ്പന രൂപം വന്നപ്പോ എന്ത് പറഞ്ഞു നമ്മള്? അവിടെ ഫത്ത് കൊടുത്തിട്ടാണ് ഷെദ് കൊടുത്തത് അല്ലേ? ഷെദ്ദും ഫത്തഹുമാണ് കൊടുത്തത്. കൽപ്പന വരുമ്പോൾ യഥാർത്ഥത്തിൽ സുക്കൂനാണ് വരേണ്ടത്. അതിന് പകരം എന്ത് ചെയ്തു? മറ എമുറു എന്ന് പറയുന്നത് തമുറു എന്ന് പറയുന്നിടത്ത് മുറ എന്നാണ് വന്നത്. അപ്പോ യഥാർത്ഥത്തിൽ കൽപ്പനയുടെ ഏകവചനത്തിൽ അവസാനം സുക്കൂനാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ലം വരുമ്പോഴും അവസാനം ഫത്തഹ് തന്നെ വരും. ആദ്യം അമറ പഠിപ്പിച്ചപ്പോ അതിന്റെ കൽപ്പന ക്രിയ മുറു വന്നായിരുന്നു ഒരു സംശയം. അല്ല, അത് മുറിന്റെ സുക്കൂനാണ്. ശരിയായി. അമറ യമുറു, അമറ യമുറു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഹംസ്, അവിടെ എന്ത്, അവിടെ ഒരു ഹംസ് ചേർക്കണ്ട. മുറു എന്നാണ്. മുറു ഒരു ഹംസ ചേർക്കുമ്പോൾ ഹംസത്തിൽ വസിലിന്റെ ഹംസത്തിൽ ചേർക്കുമ്പോൾ അവിടെ എന്താവും? മുറു എന്ന് രണ്ട് ഹംസ് വരും. അപ്പൊ രണ്ട് ഹംസ് ചേർന്ന് വരാൻ പാടില്ല എന്നുള്ള നിയമം കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ ഹംസ് ചേർക്കാതെ മുർ എന്നാണ് വരുന്നത്. അതേസമയം അതിന്റെ കൂടെ വായോ ഫായോ ചേർന്ന് വന്നാൽ വഅ്മുർ അഹ്ലക പോലെ വരും കേട്ടോ. അപ്പൊ ഇവിടെ
മറ യമുറു എന്ന് വരുന്നതിനാണ് മുറ മുറ എന്ന് ഷദ്ദും ഫത്തും കൊടുത്തിട്ടാണ് പറയേണ്ടത് കേട്ടോ. പക്ഷേ സുക്കൂൻ ചെയ്യുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെ മുർ എന്നേ വരുള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഷെദ്ദിട്ട് അടയാളം ഇട്ട് പഠിക്കണം, എന്നാലേ അതിന്റെ ഒറിജിനൽ രൂപം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ അമ്മൽ മാലി യഹുജ്ജു എന്ന് പറയുന്നിടത്ത് എന്ത് വരും? ലം യഹുജ്ജ, ലം യഹുജ്ജ എന്നാണ് വരുന്നത്. ലം യഹുജ്ജ, അവിടെ ലം യഹുജ്ജ് സുക്കൂൻ വരുമ്പോഴത്തേക്ക് ലം യഹജുജ് എന്നാണ് വരുന്നത്. അതിനെന്ത് ചെയ്യുന്നു? അതിനെ ലം യഹുജ്ജ എന്നാണ് പറയേണ്ടത്. ലാ യൽതഖി സാക്കിനൻ. അതേപോലെ തജുറു എന്ന് വരുമ്പോൾ ഇവിടെ ലം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ലം വരുന്ന അതേ നിയമമാണ് നഫി വരുന്നിടത്ത്, നഫി അല്ല നഹി വരുന്നിടത്ത്. അമ്രും നഹി ഉണ്ടല്ലോ. കൽപ്പനയ്ക്ക് നമ്മൾ പറഞ്ഞു ഉദ്ദ എന്ന് പറഞ്ഞു, ഉദ്ദ ഹാദിഹിൽ കുത്തുബ എന്ന് പറഞ്ഞു. നമ്മൾ വായിച്ചില്ലേ? ഇല്ല, ഉദ്ദ വായിച്ചില്ലായിരുന്നു. യഖ്റ മാ യലി, സുബ്ബൽ കഹ്വ അത് വായിച്ചു, ദുയൂഫി വായിച്ചു. ഓക്കെ സുബ്ബൽ കഹ്വ ലിൽ ദുയൂഫി വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഉദ്ദ ഹാദിഹിൽ കുത്തുബ, ഉദ്ദ ഹാദിഹിൽ കുത്തുബ എന്താണ് അർത്ഥം? എണ്ണി നോക്കൂ, എണ്ണി നോക്കൂ, നീ എണ്ണി നോക്കൂ. ഹാദിഹിൽ കുത്തുബ, ഈ പുസ്തകങ്ങൾ എണ്ണി നോക്കൂ. അർബ ഷമ്മ ഹാദിഹി സഹറത്ത. അപ്പൊ ഇവിടെ ഷമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ മസ്സ എമസ്സു പറഞ്ഞല്ലോ. മസ്സ എമസ്സുവിന്റെ കൽപ്പന മസ്സ എന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഷമ്മ ഹാദിഹി സഹറത്ത എന്നത് കൽപ്പന രൂപമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ വാസനിച്ച് നോക്കുക, ഈ പൂവ് ഈ പുഷ്പം വാസനിച്ച് നോക്കൂ എന്നാണ്. കാരണം ബാക്കിയെല്ലാം കൽപ്പന ആയതുകൊണ്ടാണ്. അതേസമയം അതല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് പാസ്റ്റ് ടെൻസ് ആണോ അല്ല ഇത് കൽപ്പന രൂപമാണെന്നുള്ള പാരഗ്രാഫിന്റെ മനസ്സിലാവുള്ളൂ നമുക്ക്. പാസ്റ്റ് ടെൻസും ആകാം കൽപ്പനക്രിയയും ആകാം, ഒരു സെന്റൻസ് ആയിട്ട് മാത്രം തന്നാൽ. അതേസമയം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 3 എണ്ണം കൽപ്പനയാണ്, അപ്പൊ 4-ാമത്തും കൽപ്പനയായിരിക്കും. അതേപോലെ പാരഗ്രാഫിൽ വരുമ്പോൾ പാരഗ്രാഫിൽ നമുക്ക് അറിയാൻ പറ്റും എന്താ പറഞ്ഞു വരുന്നതെന്ന്. അവിടെ ഓർഡർ ഫോമാണ് വരേണ്ടെങ്കിൽ ഓർഡർ ഫോം വരണം. ഓക്കെ. അതേപോലെ ലം വരുമ്പോൾ ലം യഹുജ്ജ എന്നാണ് വരിക. ലം കൽപ്പനക്രിയയിൽ അവസാനം സുക്കൂൻ വരുന്നത് പോലെ തന്നെ ലം വരുമ്പോൾ അവസാനം സുക്കൂൻ വരണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫത്തഹാണ് കൊടുക്കുന്നത്, ലം യഹുജ്ജ. അതേപോലെ തന്നെ വിരോധക്രിയ വരുമ്പോഴും നമുക്കറിയാം ലാ തഫ്അൽ, ലാ തഫ്തഹ് എന്നാണ് വരിക. അപ്പോൾ അവിടെയും എന്ത് വേണം? അവിടെയും ലാ തജുറ, ലാ തജുറ. നമ്മൾ പഠിച്ചു ലന്ന യളുന്നു, ലുന്ന ലുന്നു, ലാ തളുന്ന, ലാ തളുന്നു. അപ്പൊ നമ്മൾ അന്ന് പഠിച്ചതിന്റെ ഫലം ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ അങ്ങനെ പഠിച്ചാൽ മതി, അതിന്റെ ഇടയിലുള്ള സംഭവം നമ്മൾ നോക്കണ്ട. ഇതൊക്കെ കുറെ സംഗതികളൊക്കെ നമ്മൾ എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ടതാണ്. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ പഠിക്കേണ്ടതാണ്. നമുക്ക് പ്രാക്ടിക്കലി എന്ത് വരുന്നു എന്ന് മാത്രമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അസാമിൻ അജിബ് അനിൽ അസ്ഇലത്തി ല്ലാത്തി ബിന്നഫി മുസ്തഅമിലൻ ലം. ലം ചേർത്ത് നഫിയാക്കി പറയുക, നിഷേധക രൂപത്തിൽ പറയുക. നഹി എന്ന് പറഞ്ഞാൽ വിരോധക്രിയ, പ്രൊഹിബിഷൻ ഫോം. നഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് രൂപം, നിഷേധക രൂപം. പ്രവർത്തിക്കുകയില്ല എന്ന് പറയുന്നത്, പ്രവർത്തിച്ചിട്ടില്ല. ലം വരുമ്പോ നഫിയാണ്, നഫി. വിരോധക്രിയ അല്ലേ? നഹിയാണ് വിരോധക്രിയ. നഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നെരേഷൻ ആണ്. ഹജജിത്ത, അപ്പൊ മറുപടി പറയണം ലാ ലം അഹുജ്ജ, ലം ഉപയോഗിച്ച് പറയണം. അടുത്തത് അജത്തി ഹാദിഹിൽ കുതുബ യാ ബിൻതി. ലാ ലം അഉദ്ദ. സലാസ
أسببت زميلك هذا يا علي. ആദ്യം അതിന്റെ അർത്ഥം പറയും. أسببت زميلك هذا يا علي. ഈ ഒരു പ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം പറയാൻ പറഞ്ഞത്. زميلك هذا. നിന്റെ ഈ സുഹൃത്തിനെ, നിന്റെ ഈ ക്ലാസ്മേറ്റിനെ നീ അടിച്ചോ, അല്ല നീ ചീത്ത പറഞ്ഞോ? طيب الجواب ما سببت. لا 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 لم ഉപയോഗിച്ചു. لا لم أصب. لم أصب. لا لم أصب. الرابع أمر المدير على الفصول. لا لم يمر. لم يمر. لم يمر. لا لم يمر. الخامس أسببت الماء الذي كان في الكوب. لا لم لم أصب. لم أصب. لم أصب. أسببت എന്നാണ് ചോദ്യം. നീ ഒഴിച്ചോ എന്നാണ്. അതായത് കാനഫിൽ കൂബി, കപ്പിലുണ്ടായിരുന്ന വെള്ളം നീ ഒഴിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ആശയം കേട്ടോ. അസബബത്തൽ മാ അല്ലദീ കാന ഫിൽ കൂബി ലാ ലം നസുബ്ബ. അപ്പൊ അല്ല ഞാൻ ഒഴിച്ചില്ല എന്ന് പറയണം. മറൽ മുദീറു എന്ന് ചോദിച്ചതാണ് ലാ ലം യമുറ എന്ന് പറഞ്ഞത്. അയാൾ നടന്നില്ല. السادس أشممت رائحة كريهة عندما فتحت باب الحمام. لا أشم. لم أشم. لم أشم. شم يشم. لا لم أشم. لم أشم. أوكي. أجيب عن الأسئلة التي بالنفي. التاسع أدخل لن ناهية. لن ناهية വിരോധ ക്രിയയുടെ ലാ ചേർക്കുക. على الفعل الذي أمام كل جملة. على الفعل الذي أمام كل جملة وأكمل به الجملة. أدخل لن ناهية على الفعل الذي أمام كل جملة. ഓരോ ജുംലയുടെയും മുമ്പിൽ എന്ത് ചെയ്യണം? ലൻ നാഹിയ ചേർക്കണം. ഇതിന് നേരെയുള്ള ക്രിയയോടൊപ്പം അമാമ കുല്ലി ജുംലത്തിൻ, ഓരോ ജുംലയുടെയും മുന്നിലുള്ള ക്രിയയോടൊപ്പം എന്ത് ചെയ്യുക? വിരോധ ക്രിയയുടെ ലാ ചേർക്കുക. അമാമ കുല്ലി ജുംലിൻ വാക്കിമിൽ ബിഹിൽ ജുംലത്ത. എന്നിട്ട് എന്ത് ചെയ്യണം? സെന്റൻസ് പൂർത്തീകരിക്കണം. ഇവിടെ fill in the blanks adding with the la and nahiya along with the verb mentioned at the end of the sentence. واحد لا تصب لي مزيدا من القهوة. لا تصب لي. لا تصب لي مزيدا من القهوة. കൂടുതൽ കഹ്വ എനിക്ക് ഒഴിക്കരുത്. لا تصب. الثاني لا تظن أن الامتحان سيكون سهلا. لا تظن എന്നാണ് കേട്ടാ. അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ പറ്റ എളുപ്പമാണെന്ന് വിചാരിക്കരുത് കേട്ടാ. പരീക്ഷ പറ്റ എളുപ്പമാണെന്ന് വിചാരിച്ചളയരുത് കേട്ടാ. ചില പ്രയാസമുള്ള ഭാഗങ്ങൾ ഉണ്ടാവും. പക്ഷെ പിന്നീട് സയക്കൂനു സഹലൻ, അപ്പം വിൽ ബി ഈസി എന്നുള്ളതല്ലേ സയക്കൂനു സഹലൻ? അല്ല, ലാ തളുന്ന നീ വിചാരിക്കരുത്, അന്നൽ ഇംതിഹാന പരീക്ഷ ആയിരിക്കും എന്ന്, സയക്കൂനു സഹലൻ പരീക്ഷ സയക്കൂനു സഹലൻ എളുപ്പമുള്ളതായിരിക്കും എന്ന് നീ വിചാരിക്കരുത് എന്നാണ്. അന്നൽ ഇംതിഹാന സയക്കൂനു സഹലൻ എന്ന് നീ വിചാരിക്കരുത്. ഇംതിഹാൻ സയക്കൂനു സഹലൻ എന്ന് നീ വിചാരിക്കരുത്. പരീക്ഷ എളുപ്പമായിരിക്കും എന്ന് നീ വിചാരിക്കരുത്. പണ്ടാരോ വാദപ്രതിവാദത്തിൽ പറഞ്ഞതുപോലെ ഒരാൾ പുസ്തകം എഴുതിയപ്പോഴേ ഇത് പറഞ്ഞ പോലെ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു,
നിങ്ങളുടെ മഹാപണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പറഞ്ഞതുപോലെ പരീക്ഷ എളുപ്പമായിരിക്കുമെന്ന്. പരീക്ഷ എളുപ്പമായിരിക്കും എന്ന് കുറേ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ അതെല്ലാം കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് അദ്ദേഹം തന്നെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതേപോലെ ആയിപ്പോയി. അപ്പൊ ഇംതിഹാന സയക്കൂന് സഹലൻ എന്ന് ലാ തളുന്ന വിചാരിക്കരുത്, നീ വിചാരിക്കരുത്. അടുത്തത് വേറാരും പറഞ്ഞല്ലോ തോന്നല്ലോ. ലാ തസുബ്ബ അഖാക്കൽ മുസ്ലിം, ലാ തസുബ്ബ അഖാക്കൽ മുസ്ലിം കേട്ടോ. ഇത്രയും ചീത്ത പറയാൻ പാടില്ല. മുസ്ലിം എന്നുള്ളത് അത് ഒരു കോമൺ, നമ്മൾ ചില സംഗതികൾ മുസ്ലിമിന് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആ ഒരു ചുറ്റുവട്ടത്തിൽ ഒരു ഇസ്ലാമിക് മുസ്ലിം ഭൂരിപക്ഷ സമൂഹത്തിൽ ജീവിക്കുന്ന ആ ഒരു തരത്തിലാണ്. അങ്ങനെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ അൽ മുഅ്മിനു എന്താ പറയാ അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊരു വ്യക്തിയുടെ ഏതൊരു മുസ്ലിമിന്റെ കരചരണങ്ങളിൽ നിന്നും മറ്റൊരുവൻ സുരക്ഷിതനാണോ അവനാണ് യഥാർത്ഥ മുസ്ലിം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. അപ്പൊ അവിടെ മുസ്ലിം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, അതൊരു കോമൺ സംഗതിയായിട്ട് പറഞ്ഞതാണ്. സാധാരണ പറയുമ്പോഴത്തേക്ക് നിന്റെ സഹോദരനെ എന്ന് പറയുമ്പോൾ, നിന്റെ സഹോദരനെ നമ്മൾ പറയുമ്പോൾ നിന്റെ സഹോദരൻ ഉമ്മ പറ്റ സഹോദരൻ മാത്രമല്ലല്ലോ എന്നതുപോലെയാണ് മുസ്ലിമിന് ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ മുസ്ലിം എന്ന് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. ലാ തസുബ്ബ അഖാക്കൽ മുസ്ലിം, നിന്റെ മുസ്ലിം സഹോദരനെ നീ ചീത്ത പറയരുത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചീത്ത പറയാനല്ല പറഞ്ഞില്ല അർത്ഥം. അതൊരു കോമൺ യൂസേജ് ആണ് അങ്ങനെ പറഞ്ഞത്. നിന്റെ സഹോദരനെ നീ ചീത്ത പറയരുത് എന്ന് പറഞ്ഞതുപോലെയാണ്. നീ നിന്റെ സഹോദരനെ, അയൽവാസിയായ നിന്റെ സഹോദരനെ ചീത്ത പറയരുത് എന്ന് പറഞ്ഞാൽ അത് ഉമ്മ പറ്റ സഹോദരനായതുകൊണ്ട് പറഞ്ഞല്ല എന്ന് പറഞ്ഞതുപോലെയാണ്. الرابع هذه الريالات لا تعد هذه الريالات എണ്ണേണ്ടതില്ല കേട്ടോ, എടുത്തോ, ഞാൻ വെറുതെ തന്നതാണ്. അടുത്തത് ഖാമിസ് لا تمر بين يدي ബൈന യദയിൽ മുസല്ലി, ബൈന യദയിൽ മുസല്ലി കേട്ടോ. ബൈന യദയിൽ മുസല്ലി എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്താ? ഓരോ വാക്കിനും പൂർണ്ണ രൂപം പറയും. ബൈന കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താ? യദൈനിയാണ്, യദൈനി കേട്ടാ. യദൈനി അൽ മുസല്ലി, അൽ മുസല്ലിയുടെ കൂടെ യദൈനി എന്ത് ചെയ്താണ്? ഇളാഫത്ത് ചെയ്തതാണ്. ഇളാഫത്ത് ചെയ്യുമ്പോൾ ആനീന ഊന എല്ലാം പോവും. ആനി ഐനി ഊന, ആനി ഐനി ഊന ഈന. അതെ, ഈ ആനി ഈന ഐനി അത് ദ്വിവചനത്തിന്റെ ആയിരുന്നാലും ബഹുവചനത്തിന്റെ ആയിരുന്നാലും നാ പോവും. അങ്ങനെയാണ് നാ പോയത് ഇവിടെ. അങ്ങനെ നാ പോകുമ്പോഴത്തേക്ക് പിന്നീട് യാന് സുക്കൂനാണ്. ബൈന യദൈ എന്ന് യാന് സുക്കൂനാണ്. അൽ അവിടെ ലാമിന് സുക്കൂൻ വന്നുകൊണ്ടാണ് ഇവിടുത്തെ യാന് കെസർ കൊടുത്തിട്ട് ഇർത്തിഖാ സാക്കിനെ മാറ്റിയത്. അപ്പൊ ബൈന യദയിൽ മുസല്ലി മാ മഅനാഹ, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ. അപ്പൊ ബൈന യദൈ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകൾക്കിടയിൽ എന്നാണ്, പക്ഷെ അത് ഒരു പ്രയോഗമാണ്. ബൈന യദൈ എന്ന് പറഞ്ഞാൽ മുന്നിൽ എന്നാണ്. മിൻ ബൈന യദൈഹി വ മിൻ ഖൽഫിഹി എന്ന് പറഞ്ഞല്ലോ, അതേപോലെ بين يدي المصلي لا تمر بين يدي المصلي. طيب الآخر السادس لا تجر السبورة من مكانها. لا تجر السبورة من مكانها ما معناها؟ ബോർഡ് അതിന്റെ സ്ഥാനത്ത് നിന്ന് ബോർഡ് അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റരുത്, വലിക്കരുത്. അതിന്റെ സ്ഥാനത്ത് നിന്ന് വലിക്കരുത്. മിൻ മക്കാനിഹ, അതിന്റെ സ്ഥാനത്ത് നിന്ന് വലിക്കരുത്. അൽ ഇസ്നാദു അദ്ദ, ഇസ്നാദു അദ്ദ ഇല ദമാഇരി. അപ്പൊ അത് ലമീറുമായിട്ട് ചേർന്ന് വരുന്ന രൂപങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഹാമിദുൻ അദ്ദ ഏകവചനം. അൽ ഔലാദു അദ്ദു, ആമിനത്തു അദ്ദത്, അൽ ബനാത്തു അദദ്ന, പെണ്ണുങ്ങൾ അദദ്ന, ഫതഹ്ന എന്ന് പറയുന്നത്. അൻത അദത്ത, അൻത അദത്ത, ദാലും തായും ചേർത്തിട്ടാണ് പറയേണ്ടത് കേട്ടോ. അദത്ത. അൻതും അദത്തും, അൻതി അദത്തി, അൻതി അദത്തി, അൻതുന്ന അദത്തുന്ന, അന അദത്തു, നഹ്നു അദദ്ന. നഹ്നു അദദ്ന. ഇനി ബാക്കിയുള്ളത് ഇവിടെ ദ്വിവചനമാണ് പറയാത്തത്. ദ്വിവചനം നമ്മൾ പഠിച്ചിട്ടില്ല. ഇസ്നാദു യഅദ്ദു. അപ്പൊ ഇവിടെ എന്താണ്? അദ്ദ. അദ്ദ എന്നുള്ളത് പൂർണ്ണക്രിയയാണ്. ഇസ്നാദു യഅദ്ദു. യഅദ്ദുവിനെ മാറ്റി പരിവർത്തിപ്പിക്കുമ്പോൾ ഇല ദമീറിലേക്ക് ചേർക്കുമ്പോൾ ഹാമിദുൻ യഅദ്ദു, അൽ ഔലാദു യഅദ്ദു, യഅദ്ദൂന, യഅദ്ദൂന, യഅദ്ദു യഅദ്ദൂന. ആമിനത്തു തഅദ്ദു, ഹുവ യഅദ്ദു ഹിയ തഅദ്ദു എന്ന് പറഞ്ഞതുപോലെ. അൽ ബനാത്തു യഅദ്ദുന, യഅദ്ദുന. അൻത തഅദ്ദു, അൻതും തഅദ്ദൂന, തഅദ്ദു തഅദ്ദൂന നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഒരു രൂപ മാത്രമേ നമ്മൾ പഠിക്കാത്ത പോകുന്നുള്ളൂ. യഅദ്ദുന നമ്മൾ ഇതിൽ പഠിച്ചു, അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. സമയം കഴിയുമെന്ന് പറഞ്ഞത്. അൻതി തഅദ്ദീന. അപ്പൊ അൻത തഅദ്ദു, അൻതും തഅദ്ദൂന, അൻതി തഅദ്ദീന, അൻതുന്ന തഅദ്ദുന, അൻതുന്ന തഅദ്ദുന. അപ്പൊ യഅദ്ദുനെയും തഅദ്ദുനെയും ശ്രദ്ധിച്ചു വയ്ക്കുക. അൽ ബനാത്തു ആ പെണ്ണുങ്ങൾ, യഅദ്ദുന എണ്ണുന്നു, അൻതുന്ന നിങ്ങൾ പെണ്ണുങ്ങൾ, തഅദ്ദുന. അപ്പൊ യഅദ്ദുനയിൽ യാ ചേർക്കണം അവർ എന്നുള്ളതിന്, തഅദ്ദുനയിൽ നിങ്ങൾ എന്ന അർത്ഥത്തിൽ താ ചേർക്കണം. അന അഅദ്ദു മെയിലും ഫീമെയിലുമാണ്. നഹ്നു നഅദ്ദു അവിടെയും മെയിലും ഫീമെയിലുമാണ്. ഓക്കെ. الثالث عشر الاثنى عشر إسناد الفعل الأمري. ഫിഅൽ അംർ കൽപ്പനയുടെ രൂപം. ഉദ്ദ, ഉദ്ദ യാ ഹാമിദു. ഒരാണിനോട് പറയുമ്പോൾ ഉദ്ദ യാ ഹാമിദ്. ആണുങ്ങളോട് പറയുമ്പോൾ ഉദ്ദു, ഗുന്ന ഗുന്നു. അത് പെണ്ണിനോടാകുമ്പോൾ ഉദ്ദി, ഉദ്ദി യാ ആമിനതു. ഉദ്ദുദിന യാ ബനാതു. നമ്മൾ ഇടയ്ക്ക് കെട്ടഴിക്കുന്ന ഓർമ്മയുണ്ടല്ലോ, ആ കെട്ടഴിക്കലാണ് ഇവിടെ. ഉഴുതുദിന, ഉഴുതുദിന. അപ്പൊ എന്ത് ചെയ്യണം? മധ്യത്തിൽ നമ്മായതുകൊണ്ട് ഊ ചേർക്കണം. ഹംസത്തുൽ വസ്ലിന് ഊ ചേർക്കണം. ഉഴുതുദിന യാ ബനാത്ത്, പെണ്ണുങ്ങളോട്. ثالث عشر تأمل استعمال الكلمتين قط وأبدا. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതായിരുന്നു, കത്ത് എന്നുള്ളത് പൂർണ്ണക്രിയയോടൊപ്പം ചേർക്കുന്നതാണ്, അബദൻ അപൂർണക്രിയയോടൊപ്പം ചേർക്കുന്നതാണ്. കത്തു എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. അബദൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ചെയ്യുകയില്ല, ഒരിക്കലും ചെയ്യുകയില്ല. കത്തു ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഇപ്പൊ മാ ഫഅൽതു ഹാദാ ഖത്തു, ഞാൻ ഒരിക്കലും അത് പ്രവർത്തിച്ചിട്ടില്ല. ഇത് ഹാദാ മാ ഫഅൽതു ഹാദാ ഖത്തു. അപ്പൊ എന്താണ്? ഫഅൽതു ഫേല് മാദിയുടെ കൂടെയാണ് ഖത്ത് വരുന്നത്. ലം ആകുൽ തആമൻ ലദീദൻ മിസ്ല ഹാദാ ഖത്തു. അപ്പൊ ഇവിടെ മാ ഫഅൽതു എന്നുള്ളത് ഫഅല എന്നത് ഫേല് മാദി തന്നെയാണ്, അല്ലെങ്കിൽ ഫഅൽതു എന്നത് ഫിഅല് മാദി തന്നെയാണ്. അതേസമയം ഇവിടെ ആകുലു എന്ന രൂപം, അതിന്റെ സീഗ എന്താണ്? ആകുലു എന്ന സീഗ ഫിഅല് മുളാരി ആണ്. പക്ഷേ ലം വന്നപ്പോൾ എന്തായി? അത് ഫിഅല് മാദിയായി. അങ്ങനെ വരുമ്പോൾ ആ ഫിഅല് മാദിയുടെ കൂടെയാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? കത്ത് വന്നിരിക്കുന്നത്. ലം ആകുൽ തആമൻ ലദീദൻ. മാ മഅന ലദീദ്? ടേസ്റ്റ്, ടേസ്റ്റി, ടേസ്റ്റി, രുചികരമായത്. മിസ്ല ഹാദ, ഇതുപോലെ രുചികരമായത് ആഹാരം
ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അതാണ് ലം ആകുൽ തആമൻ ലദീദൻ മിസ്ല ഹദാ ഖത്തു. അതേപോലെ ലം അത്റുകി സ്വലാത്ത ലം അത്റുകി സ്വലാത്ത ഖത്തു വലൻ അത്റുകഹ അബദൻ. ഇവിടെ രണ്ടും വന്നു. ലം അത്റുകി സ്വലാത്ത ഖത്തു, ഞാൻ ഒരിക്കലും നമസ്കാരം ഉപേക്ഷിച്ചിട്ടേ ഇല്ല മുമ്പ്. വലൻ അത്റുകഹ, ഞാൻ ഉപേക്ഷിക്കുകയും ഇല്ല. അബദൻ, ഒരിക്കലും. അപ്പൊ അത് രണ്ടും കൂടെ അത് പഠിച്ചു വെച്ചാൽ എന്തായി? ഖത്തിന്റെയും അബദന്റെയും പ്രയോഗം മനസ്സിലാവും. ലം അത്റുകി സ്വലാത്ത ഖത്തു, ഞാൻ എന്റെ പാസ്റ്റ് കഴിഞ്ഞ കാലത്ത് ഒരിക്കലും നമസ്കാരം ഒഴിവാക്കിയിട്ടേ ഇല്ല. വലൻ അത്റുകഹ, ഞാൻ ഉപേക്ഷിക്കുകയും ഇല്ല ഭാവിയിൽ. അബദൻ, ഒരിക്കലും. ഓക്കെ, ലൻ വന്നുകൊണ്ടാണ് അത്റുക എന്ന നെസ്ബ് വന്നത്. മറ്റേത് ലം അത്റുക് എന്ന് കാഫിന് സുക്കൂനാണ്, അസ്സലാത്ത് ചേർന്ന് വന്നപ്പോഴാണ് എന്ത് ചെയ്ത് ഇൽത്തിഖാ സാക്കിൻ ആയതുകൊണ്ടാണ് കാഫിന് കസർ കൊടുത്തത്. അടുത്തത് ലം അസ്മഅ കലാമൻ മിസ്ല ഹാദാ ഖത്തു, ഇതുപോലുള്ള വാക്ക് ഞാൻ കേട്ടിട്ടേ ഇല്ല. ലം അസ്മഅ കലാമൻ, കലാമ് സംഭാഷണം അല്ലെങ്കിൽ വാക്ക്, മിസ്ല ഹാദാ ഇതുപോലുള്ള, ഖത്തു ഐ നെവർ ഹേർഡ്, ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. ഖാമിസ് കൈഫ തഖൂലു ഇന്നക റമൈതനി ഫിൽ ഹിന്ദ് അന മാ ദഹബ്തു ഇലൽ ഹിന്ദ് ഖത്തു. അന്നക റഅയ്താണ് കേട്ടോ. കൈഫ തഖൂലു, നീ എങ്ങനെ പറയും ഇന്നക റഅയ്തനി ഫിൽ ഹിന്ദ്, ഞാൻ എന്നെ ഇന്ത്യയിൽ വെച്ച് കണ്ടു എന്ന്. ഇന്നക റഅയ്തനി ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ വെച്ച് എന്നെ നീ കണ്ടു എന്നെങ്ങനെ പറയും? അന മാ ദഹബ്തു ഇലൽ ഹിന്ദ് ഖത്തു, ഞാൻ ഇന്ത്യയിൽ പോയിട്ടേ ഇല്ല, ഒരിക്കലും പോയിട്ടില്ല. അപ്പോ ഖത്ത് ഖാസുൻ ബിൽ മാദി, അതെന്താണ്? പൂർണ്ണക്രിയയോടൊപ്പം പ്രത്യേകിച്ചുള്ളതാണ്, അതിന് മാത്രം ഉള്ളതാണ്. അബദൻ ഖാസ്, അത് പ്രത്യേകിച്ചുള്ളതാണ്. ബിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ. കേട്ടോ, ഖാസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് എന്ന അർത്ഥമുണ്ട്. സയ്യാറ ഖുസൂസി, പ്രൈവറ്റ് കാർ. തഅമ്മൽ മാ യലി, തഅമ്മൽ മാ യലി, ശ്രദ്ധിക്കുക. ലയ്യനുൻ ഇസ്മുൻ തഫ്ലീൽ അല്യൻ. ഇപ്പൊ ലയ്യനുൻ എന്നതിന്റെ സൂപ്പർലേറ്റീവ് എന്താണ്? അല്യൻ. അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയേക്കാളും മാർദ്ദവമുള്ള കൈ ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലയ്യനുൻ മാർദ്ദവമുള്ളത്, അല്യൻ ഏറ്റവും മാർദ്ദവമുള്ളത്. ഹാദൽ ഹരീറു ലയ്യനുൻ, ഈ പട്ട് എന്താണ്? സോഫ്റ്റ് ആണ്. വദാക അല്യനു മിൻ ഹാദ, ഇത് വദാക, അത് ദാലിക, അത് അല്യനു മിൻ ഹാദ, ഇതിനേക്കാൾ സോഫ്റ്റ് ആണ്. ഇവിടെ കമ്പാരിറ്റീവ് ആണ് കേട്ടോ, മിൻ വന്നതുകൊണ്ട് കമ്പാരിറ്റീവ് ആണ്. അതിന്റെ വസിന് സൂപ്പർലേറ്റീവിന്റെ വസിനാണ്. ത്വയ്യിബുൻ, അപ്പൊ ലയ്യനുൻ പോലെയാണ് ത്വയ്യിബുൻ, നല്ലത്. ഇസ്മു തഫ്ലീൽ അത്യബു, അതിന്റെ ഇസ്മു തഫ്ലീൽ അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് എന്താണ്? അത്യബു എന്നാണ്. അത് തആമു തയ്യിബുൻ, ഈ ആഹാരം നല്ല ആഹാരമാണ്. വദാക അത്യബു, മറ്റേത് ഏറ്റവും നല്ലതാണ്. അത്യബു ഇവിടെ സൂപ്പർലേറ്റീവ് ആണ്. മിൻ വന്നപ്പോൾ എന്തായി? കമ്പാരിറ്റീവ് ആയി. വദാക അത്യബു, അത് ഏറ്റവും നല്ലതാണ്. ദാലിക അത്യബു. കലിമാത്തുൽ ജദീദ മർറത്തുൻ ജംഉഹു മർറാത്ത്, മാ മഅന? ഒരുപാട് തവണ. തവണ, തവണ. മർറത്തുൻ തവണ. മർറാത്ത് അതിന്റെ ബഹുവചനം. ദീബാജ് നൗഉം മിനൽ ഹരീർ, നേരത്തെ നമ്മൾ പറഞ്ഞു പട്ടുവസ്ത്രത്തിന്റെ ഒരു ഇനമാണ് ദീബാജ്. നുസ്ഖത്തുൻ, മാന നുസ്ഖത്തുൻ? കോപ്പി. കോപ്പി, അതിന്റെ ബഹുവചനം നുസഖുൻ. നുസഖുൻ. കോപ്പിക്ക് നമ്മൾ വേറൊരു വാക്ക് പഠിച്ചല്ലോ, സൂറ. സൂറ, സ്വാദ്. കഫുൻ ജംഉഹു അകുഫുൻ, മാന കഫുൻ? കൈ, ഉള്ളം കൈ. കൈപ്പത്തി, കൈപ്പത്തി. കഫ്. റായിഹത്തുൻ, മണമല്ലേ? വാസനയല്ലേ? വാസന, വാസന. ഹുനൈഹത്തുൻ,
ഹുനൈഹത്തുൻ എന്താ? ഷോർട്ട് ബ്രേക്ക്. ഷോർട്ട് ബ്രേക്ക്. ഷോർട്ട് ബ്രേക്ക് ആണ്, അല്പസമയം. തിറാഹ. ഏവയിൽ ബ്രേക്ക് ഒന്നുണ്ടോ? ബ്രേക്ക് ഒന്നുമില്ല. ഹുനൈഹത്ത് എന്ന് പറഞ്ഞാൽ അല്പസമയം. ഷോർട്ട് ബ്രേക്ക് എന്ന് എവിടെ കിട്ടി? എവിടെയെങ്കിലും എഴുതി കണ്ടോ? ടെക്സ്റ്റില് അങ്ങനത്തെ മീനിങ് ആണ് തോന്നുന്നു. ടെക്സ്റ്റില് ആണെന്ന് തോന്നുന്നു. അതോ കണ്ടോ? മീനിങ് ആയിട്ട് എഴുതി കണ്ടോ? ഇല്ല. മീനിങ് ആയിട്ട് എഴുതി കണ്ടോ? ഏ വൈൽ എന്ന് പറഞ്ഞാൽ അല്പസമയം. ബ്രേക്ക് എന്ന് വന്നില്ല കേട്ടോ. ഹുനൈഹത്തൻ എന്ന് പറഞ്ഞാൽ അല്പസമയം എന്നാണ്. സെന്റൻസിൽ ചിലപ്പോൾ അല്പസമയം ഇടവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവിടെ ബ്രേക്ക് എന്ന ആശയം വന്നിട്ടുണ്ടാവും. പക്ഷേ ഹുനൈഹത്തിന് ബ്രേക്ക് എന്നല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. ഹുനൈഹത്തിന് അല്പസമയം. മസീദ്, മസീദ് കൂടുതൽ, അധികം. കരീഹുൻ എന്താണ്? കരീഹുൻ വെറുക്കപ്പെട്ടത്. അതിന്റെ ക്രിയ കരിഹ. കുർഹുൻ കുർഹുൻ എന്നൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. ബാലുഅത്തുൻ ഡ്രൈനേജ്. ഗാഫിലുൻ അശ്രദ്ധൻ. ഹസിന ഫലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു الظالمون. ഹസിന യഹ്സനു ഹസനൻ ഹുസ്നൻ. ഹസിന എന്താ അർത്ഥം? ഹസിന വ്യസനിച്ചു. യഹ്സനു 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 എന്നും യഹ്സുനു എന്നും വരും കേട്ടോ. ഹസനുൻ അതിന്റെ ക്രിയാധാതു, അല്ലെങ്കിൽ ഹുസ്നുൻ എന്നും പറയും ക്രിയാധാതു. തയ്യിബുൻ നല്ലത്, നേരത്തെ നമ്മൾ പറഞ്ഞു. തയ്യിബുൻ അതിന്റെ തഫ്ളീൽ അത്യബു. അതേപോലെ ദഫഅ യദ്ഫഉ ദഫഅൻ. ദഫഅ എന്താ അർത്ഥം? ദഫഅ പുഷ് ചെയ്തു, തള്ളി, പേ ചെയ്തു. പേ ചെയ്തു, പേ ചെയ്തു എന്നുണ്ട്. അപ്പോ അത് തള്ളി, ഒരു തള്ളലാണ് കേട്ടോ. ഇൻസ്റ്റാൾമെന്റ് എന്ന അർത്ഥത്തിലാണ്. ദുഫ്അ തവണ, ഒരു 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 പേയ്മെന്റ് എന്ന അർത്ഥത്തിലാണ്. ദുഫ്അത്തൻ എന്നാണ് ഒരു തവണ ഒരു പേയ്മെന്റ്, ഒരു പ്രാവശ്യം പേയ്മെന്റ് അടച്ചപ്പോൾ ദുഫ്അത്തൻ എന്ന് പറയും. ദഫഅ യദ്ഫഉ തള്ളി, ദഫ്അൻ തള്ളൽ. ഈ താ വരുന്നത് തവണയായിരിക്കും കേട്ടോ. താ വരുന്ന ക്രിയാധാതു വരുമ്പോൾ തവണയായിരിക്കും. ദഫഅത്തൻ എന്നോ ദുഫഅത്തൻ എന്നാണ് വരിക, തവണ. അതായത് ക്രിയാധാതു, രണ്ട് ക്രിയാധാതു വരുന്നിടത്ത് ഒരു ക്രിയാധാതുവിൽ താ ഉള്ളതാണെങ്കിൽ ലഅനിൻ ലഅനത്തിൻ എന്നുണ്ട്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് അധികവും സാധ്യതയുള്ളത് അതിന്റെ തവണ പറയാണ്. ലറബത്തു ലർബൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അടി അടിച്ചു എന്നുള്ള ക്രിയാധാതുവാണ്. അതേസമയം ലറബത്തു ലർബത്തൻ എന്ന് പറഞ്ഞാൽ ഞാൻ ലറബത്തുഹു ലർബത്തൻ വാഹിദത്തൻ, ഒരടി അടിച്ചു എന്നാണ്. മരിള യംറദ് തിരിച്ചും ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ അധികവും തവണ പറയാൻ വേണ്ടിയാണ് താ ഉള്ള ക്രിയാധാതു ഉപയോഗിക്കല്. രണ്ടു തരം ക്രിയാധാതു ഉണ്ടെങ്കിൽ. മരിള യംറദു രോഗിയായി, രോഗിയായി. മരിള രോഗിയായി. മറല് രോഗം. ലയ്യനുൻ സോഫ്റ്റ്. വഹാദിഹി ഹിയ നിഹായത്തു ദർസ് വയബഖ ഇൻദന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിയകളുടെ ഘടനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്രിയകളുടെ ഘടന, നമ്മൾ പഠിച്ച ക്രിയകളുടെ ഘടന അത് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. പറഞ്ഞ നമ്മൾ സമയം ദീർഘിച്ചു പോകും. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നമ്മൾ ഇതുവരെ പഠിച്ച, ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, 9 ഗ്രൂപ്പ് നമ്മൾ പഠിച്ചില്ലേ? ആ 9 ഗ്രൂപ്പിനെ എന്ത് ചെയ്യണം? ആദ്യത്തെ 3 എണ്ണത്തെ ഒന്നായിട്ട് എണ്ണണം. ആദ്യത്തെ 3 എണ്ണത്തെ ഒന്നായിട്ട് എണ്ണണം. പിന്നീടുള്ളത് അപ്പൊ 9 അല്ല, ആദ്യത്തെ 4 എണ്ണത്തെ ഒന്നായിട്ട് എണ്ണണം. അപ്പൊ 3 എണ്ണം കുറയും അവിടെ. ബാക്കി എന്താ, എത്ര ഗ്രൂപ്പ് ആവും? 6 ഗ്രൂപ്പ്. അപ്പൊ 6 ഇനങ്ങൾ
ഇത് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. എന്നിട്ട് അത് ഗ്രൂപ്പിലിടെ 6 ഇനങ്ങൾ നിങ്ങൾ ഏതൊക്കെ ഇനങ്ങളാണ് കണ്ടെത്തിയത്. ഇൻട്രൊഡക്ഷൻ ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ നാളെ ഡിസ്കഷൻ തുടങ്ങി വെക്കണേ. എന്നിട്ട് നമ്മൾ ആ ഡിസ്കഷനിൽ അങ്ങ് പൂർത്തീകരിക്കണം. കാരണം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഭംഗിയായിട്ട് പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ അതിൻ്റെ വ്യത്യസ്ത ക്രിയകളുടെ ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വ്യത്യാസം വരേണ്ട ക്രിയകളുണ്ടെങ്കിൽ ആ ക്രിയകളുടെ ഉദാഹരണമാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ച 4 ഗ്രൂപ്പുകളാണ് ഇവിടെ സാലിം ഉദ്ദേശിച്ചത്. ബാക്കിയെല്ലാം അങ്ങോട്ട് നോക്കുക. ഓക്കെ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആ എണ്ണം ഞാൻ എന്താ പറഞ്ഞത്, 9നെ 8ആയിട്ട് എണ്ണണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 9നെ 8ആയിട്ടല്ല എണ്ണുന്നത്. 9ല് ആദ്യത്തെ 4 എണ്ണത്തെ 1ആയിട്ട് എണ്ണിക്കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 4 എണ്ണത്തെ 1ആയിട്ട് എണ്ണുമ്പോൾ 3 എണ്ണം അവിടെ കുറയും. ബാക്കി 9ല് 3ഉം പോയാൽ 6 ഗ്രൂപ്പായിട്ട് വരും. സർ ഇതിപ്പോ എല്ലാം കൊടുത്തിരിക്കുകയല്ലേ, ആൻസറും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്ന് പറയണം. അങ്ങനെ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഈ 6 ഗ്രൂപ്പുകൾ എന്താണ് ഈ 6 ഗ്രൂപ്പുകൾ? അതിനൊരു ഷോർട്ട് മെസ്സേജ് ഇവിടെ. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സംഗതി എല്ലാം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഇതിലും പഠിച്ചു. അപ്പൊ അത് ഈ 6 ഗ്രൂപ്പ് എന്താണെന്നുള്ളത് മെസ്സേജിലാണ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി അറബി ഭാഷ നന്നായി പഠിക്കാനും ആഴത്തിൽ പഠിക്കാനും ഗഹനമായി അത് പഠിക്കാനും അത് ഉപയോഗപ്പെടുത്താനും ഉള്ളത് വെച്ച് തുടങ്ങാനും തൗഫീഖ് നൽകട്ടെ. മൻ അമില ബിമാ യഅലമു അല്ലമഹുല്ലാഹു ബിമാ ലാ യഅലം എന്നാണ് ഒരു ആപ്തവാക്യം പറയുന്നത്. ഹദീസാണെന്ന് പറയപ്പെടുന്നുണ്ട്. അത് എന്തല്ല, അത് ശരിയല്ല. പക്ഷെ അത് ആപ്തവാക്യമാണ്. ഒരാൾ അറിയുന്നതനുസരിച്ച് ചെയ്താൽ അറിയാത്ത അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അപ്പൊ അറിയുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക. അറിയാത്ത ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പിന്നെ അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ വേണ്ടിയാണ്, ഖുർആന് വേണ്ടിയാണ്, ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് എന്ന ചിന്താഗതി കൂടെ ഉണ്ടായാൽ അള്ളാഹു എല്ലാ വിധത്തിലും നമുക്ക് തൗഫീഖ് നൽകും, അനുഗ്രഹം നൽകും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. إلى اللقاء بإذن الله، والسلام عليكم ورحمة الله وبركاته.